നമസ്കാരം. ഇനിയെങ്കിലും തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും നാണക്കേട് കൊണ്ട് തല കുനിച്ചു നിൽക്കേണ്ടി വരും പൊതുസമൂഹത്തിന് മുന്നിൽ. വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുഴുവൻ. എന്നാൽ അത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരൊറ്റ വ്യക്തിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേന്ദ്രീകരിച്ചതിൻ്റെ പരിണിത ഫലം ഒരു പ്രസ്ഥാനം മുഴുവൻ അനുഭവിക്കുകയാണ്. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാം. വീണ വിജയന്റെ കേസിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. ഏറ്റവും അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ വിജയന് കിട്ടിയ കോടികളുടെ കുഴപ്പണം ദുബായിലേക്ക് കടത്തിയെന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ട് അത് പുറത്തു വന്നിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 3.49 ലക്ഷം ദിർഹമാണ് ദുബായിലേക്ക് വീണ മാറ്റിയിരിക്കുന്നത്. ഹവാല ഇടപാടിന്റെ അതിനിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. വീണ വിജയൻ കേവലം ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കണം. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ, കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയും ഇപ്പോഴും സജീവ രാഷ്ട്രീയ പ്രവർത്തകനും പാർട്ടിയുടെ നേതൃത്വത്തിലും ഇരിക്കുന്ന വ്യക്തിയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ. അന്നു മുതൽ തന്നെ പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യം, വളരെ കൃത്യമായ ഒരു ചോദ്യമുണ്ടായിരുന്നു. വീണ പാർട്ടിയുടെ ആരുമല്ലാതിരിക്കുമ്പോഴും, പാർട്ടി അംഗത്വമോ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമോ നടത്താതിരിക്കുമ്പോഴും വീണയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഒരു കേസ് എങ്ങനെ രാഷ്ട്രീയ മാനം കൈവരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വീണയുടെ ഭർത്താവ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആദ്യമായി വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ കോഴപ്പണ ഇടപാട് കേസിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി ഒരു പൊതു പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കേസിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന്, രാഷ്ട്രീയപരമായ ആക്രമണമാണെന്ന്. എങ്ങനെയാണ് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയുടെ കേസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മൊത്തം വിഷയമായി മാറുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരെയുള്ള ആയുധമായി മാറുന്നത്? അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയുള്ള ആയുധമല്ല. അതിനെ നേരിടേണ്ടത് പാർട്ടിയുമല്ല. ആ കേസിനെ നേരിടേണ്ടത് വീണയായിരുന്നു. പക്ഷേ പാർട്ടിയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതിവിദഗ്ധമായി മതിൽ പണിഞ്ഞു വെക്കുകയാണ് പിണറായി വിജയനും മരുമകനും കൂടി ചെയ്യുന്നത് എന്നതാണ് വാസ്തവം. റിയാസിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. അപ്പോഴാണ് വീണ വിജയന്റെ കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്നൊരു പ്രസ്താവന നടത്തിയത്. എങ്ങനെയാണ് വീണ വിജയന്റെ കേസ് കേരള രാഷ്ട്രീയത്തിന്റെ വിഷയമാകുന്നതെന്ന് പലരും ചോദിച്ചെങ്കിലും അതിനുള്ള ഉത്തരം മാത്രം പിണറായി വിജയനും മരുമകനുമില്ല. അപ്പോഴെല്ലാം ആരോപിക്കുന്നത് ഇത് കേന്ദ്രത്തിന്റെ രഹസ്യ അജണ്ടയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ രഹസ്യ അജണ്ടയെ എന്തുകൊണ്ട് നിയമപരമായി നേരിടാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ പലവട്ടം പറഞ്ഞു, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല എന്ന്. അത് വാസ്തവമാണ്. 100 വട്ടം അല്ലെങ്കിൽ 101 വട്ടം അത് വാസ്തവമാണ്. ആ മനുഷ്യൻ്റെ കൈകളും മടിയിൽ കനവുമില്ലാത്തത് തന്നെയാണ്. കാരണം ഇതൊക്കെ അതിവിദഗ്ധമായി മകളുടെ കൈവഴി കേരളത്തിലുമല്ല വിദേശ രാജ്യത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ടാവുക? അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴാണ് ആ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം കൃത്യമായി ബോധ്യപ്പെട്ടത് എന്ന് മാത്രം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വീണ ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവുമായി വീണയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ ആ നേതാവ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീണയ്ക്കൊപ്പം ഈ പാതകത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. ഇല്ലാതെ കേരള രാഷ്ട്രീയം ഇവിടെ കുലുങ്ങുന്നതും തകരുന്നതുമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കണ്ട അഴിമതികളൊക്കെ 10 വർഷം സഹിച്ച ജനതയ്ക്ക് യാതൊരു വിധ ഞെട്ടലും ഇതിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്ന വിവരങ്ങൾ കേസിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുകയാണ്. 2.78 കോടി CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് നൽകിയതിൽ യഥാർത്ഥ സേവനം ലഭിച്ചോ എന്നതായിരുന്നു അന്വേഷണത്തിന്റെ കേന്ദ്ര ചോദ്യമായിരുന്നത്. ED സമർപ്പിച്ച റിപ്പോർട്ടിൽ CMRL മുൻ MD SN ശശിധരൻ കർത്തയുടെ മൊഴിയെ ഉദ്ധരിച്ച് പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയതെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിലും ഗുരുതരമായ ചോദ്യം മറ്റൊന്നാണ്, പണത്തിന്റെ വഴി അതെന്താണ്? UAE അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഓഫ് ഷോർ ഫണ്ട് ട്രാൻസ്ഫർ ആരോപണങ്ങളും നേരത്തെ തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു വലിയ തുക UAE അക്കൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന അവകാശവാദം അന്വേഷണ ഏജൻസിക്ക് കൈമാറിയതായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ അതിലെ ഓരോ വിവരവും അന്തിമമായി തെളിഞ്ഞ വസ്തുതയാണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഇതൊക്കെ പുറത്തു വന്നു എന്നുള്ളത് വാസ്തവമാണ്.
ഈ പറയുന്ന കോടികളുടെ പണം നിക്ഷേപിച്ചതിന് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ, ഇതൊരു സാധാരണ ബിസിനസ് ഇടപാടാണെങ്കിൽ അതിന്റെ രേഖകൾ പുറത്തു വരട്ടെ, സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തു വരട്ടെ, കരാറുണ്ടെങ്കിൽ കരാർ പുറത്തു വരട്ടെ, ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനവും വിശദീകരിക്കട്ടെ, പണം ലഭിച്ചതിന് നിയമാനുസൃതമായ കാരണമുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെടുത്തട്ടെ. എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രതിരോധം? എന്തിനാണ് അണികളെ മുൻനിർത്തിയുള്ള ഈ രാഷ്ട്രീയ നാടകം? എന്തിനാണ് ഓരോ അന്വേഷണത്തെയും രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കേണ്ടത്? ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണം നടക്കുന്നത്. വീണ വിജയൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരവാഹിയല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, കേന്ദ്ര കമ്മിറ്റി അംഗമല്ല, പാർട്ടി സ്ഥാനം ഒന്നും വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വരുന്ന ചോദ്യം, വീണയ്ക്കെതിരായ ഒരു സാമ്പത്തിക അന്വേഷണം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന മുറിവായി മാറുന്നതെന്നുള്ളതാണ്. ഒരു പൗരൻ എന്ന നിലയിൽ വീണയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ എല്ലാ അവകാശങ്ങളുമുണ്ട്. അന്വേഷണം നേരിടാനുള്ള അവകാശമുണ്ട്, തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്, സമയമുണ്ട്. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അന്വേഷണ ഏജൻസിക്കും അന്വേഷണം നടത്താനുള്ള അവകാശവുമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായി നേരിടുമെന്ന പ്രഖ്യാപനം കേൾക്കുമ്പോൾ ജനാധിപത്യ സമൂഹം ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു വ്യക്തിക്കെതിരായ സാമ്പത്തിക അന്വേഷണത്തെ എന്തിനാണ് ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുന്നത്? എന്തിനാണ് അതിന് ഒന്നും അറിയാത്ത സാധാരണ അണികളെ, ചോരത്തിളപ്പ് ഉള്ള അണികളെ, അല്ലെങ്കിൽ വെറുതെ ചോര തിളപ്പിച്ച് കുറേ അണികളെ ഇതിനു വേണ്ടി ഇറക്കി വിടുന്നത്? അവരുടെ ജീവിതം കൂടി എന്തിനു തുലയ്ക്കുന്നു? പിണറായി വിജയൻ 10 വർഷത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. വീണ വിജയൻ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായ PM മുഹമ്മദ് റിയാസിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിന്റെ താല്പര്യം സ്വാഭാവികമായും വരും. ഇത് കുടുംബത്തെ ആക്രമിക്കാനുള്ള താല്പര്യമല്ല, അധികാരവും പണവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്ന ജനാധിപത്യാവകാശമാണ്. ഇവിടെ മറ്റൊരു നിർണായക വസ്തുത കൂടിയുണ്ട്. EDയുടെ റിപ്പോർട്ട് പ്രകാരം CMRൽ നിന്ന് എക്സാലോജിക്കിലേക്ക് 2.78 കോടി നൽകിയതിൽ യഥാർത്ഥ സേവനം ലഭിച്ചില്ല എന്ന ആരോപണം മാത്രമല്ല ഉയർന്നിരിക്കുന്നത്. എക്സാലോജിക്കിന്റെ സാമ്പത്തിക നിലയും അതിന്റെ വരുമാന ആശ്രിതത്വവും CMRലുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം വായ്പയും അന്വേഷണ വിധേയമാണ്. EDയുടെ ആരോപണം അനുസരിച്ച് എക്സാലോജിക്കിന് ലഭിച്ച പണം പിന്നീട് പുറത്തേക്ക് മാറ്റപ്പെട്ടതായും രേഖകളുണ്ട്. വീണയെ ED പല മണിക്കൂറുകൾ ചോദ്യം ചെയ്തു, ബാങ്ക് ലോക്കറും പരിശോധിച്ചു, ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ഇതൊന്നും തന്നെ കുറ്റം തെളിഞ്ഞു എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും തെളിവുകളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുമ്പോൾ തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നുള്ളത് വാസ്തവമാണെന്നറിയാതിരിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. അതാണ് യഥാർത്ഥ പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി അത്രയും പക്വരാണ്. അന്വേഷണത്തെ നേരിടുന്നത് അവർ കണ്ടിട്ടുണ്ട്, ആരോപണങ്ങൾ ഉയരുന്നതും കണ്ടിട്ടുണ്ട്, ആരോപണങ്ങൾ തെളിയുന്നതും തെളിയാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഇനി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. രേഖകൾ വേണം, കണക്കുകൾ വേണം, പണത്തിന്റെ വഴിയറിയണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എപ്പോഴും പറഞ്ഞു പോകുന്നത് അധികാരവും മൂലധനവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിനെതിരെയാണ്. തൊഴിലാളിയുടെ വിയർപ്പിനെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തിനെതിരെയാണ്. അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനെതിരെയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ഇന്നൊരു സാമ്പത്തിക അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം നിലപാട് ജനങ്ങളോട് വിശദീകരിക്കേണ്ട സാഹചര്യം വന്നാൽ അത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആശയം മൂലധനമാണ്. ആശയത്തെക്കാൾ വലുത് ഒന്നുമില്ല. ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു പ്രസ്ഥാനം തന്റെ ആശയത്തിന്റെ ധാർമ്മികത പണയം വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. വീണ കുറ്റക്കാരിയാണെന്ന് കോടതി പറയുന്നതിന് മുൻപ് ആരും വിധി പറയുന്നതല്ല. അതേസമയം വീണ നിരപരാധിയാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞാൽ മാത്രം ജനങ്ങൾ അത് അംഗീകരിക്കുകയുമില്ല. നിയമം അതിന്റെ വഴിക്ക് പോകുകയും അന്വേഷണവും തെളിവുകളും പുറത്തു വരികയും ചെയ്യണം. കുറ്റമില്ല എങ്കിൽ അത് തെളിഞ്ഞോട്ടെ. പക്ഷേ കുറ്റമുണ്ടെങ്കിൽ നിയമം അതിന്റെ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ നൽകേണ്ടതുണ്ട്. കാരണം അത് ജനാധിപത്യ സമൂഹത്തിന് മാതൃകയാകേണ്ടതാണ്. ഒരു മനുഷ്യനും ജനാധിപത്യത്തിൽ ഒരു നിയമത്തിനും അതീതരല്ല എന്ന് കൃത്യമായി പൊതുജനത്തിനെ ബോധിപ്പിക്കേണ്ടതാണ്. പിണറായി വിജയൻ ഇത്രയും വർഷം കൊണ്ടുണ്ടാക്കിയ രാഷ്ട്രീയ മാനമല്ല, പിണറായി വിജയൻ ഇത്രയും വർഷം കൊണ്ട് പറഞ്ഞ ആശയങ്ങളും വാദങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ട് ചില്ലുപാത്രം കണക്കിന് ഉടഞ്ഞു വീഴുമ്പോൾ ഇപ്പോഴും പറയുന്നു, ഈ നിമിഷമെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ആ കസേരയിൽ നിന്ന് അധികാരത്തിൻ്റെ ആർത്തി മതിയാക്കി വെച്ച് പിണറായി വിജയൻ സാധാരണ മനുഷ്യനായി താഴെ ഇറങ്ങി നിന്ന് വീണ വിജയൻ എന്ന മകളുടെ നിരപരാധിത്വം തെളിയിക്കണം ഒരു അച്ഛനായി. കേരളത്തിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സ്ഥാനത്തിരുത്താൻ മറ്റു പലരെയും കിട്ടും. ഇത്രയും ആരോപണം ഉന്നയിക്കുന്ന ഒരാളെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കേണ്ട യാതൊരു ഗതികേടും കേരളത്തിനില്ല. പക്ഷേ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രസ്ഥാനമാണ്.